നമസ്കാരം. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഹമാസ് ഉൾപ്പെടെ ഫലസ്തീൻ കൂട്ടായ്മകൾ രംഗത്തെത്തുന്നു. എന്നാൽ ഗസയിൽ ഹമാസിനെ പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനവുമായി തന്നെ അനുരഞ്ജനമല്ലെന്ന് തന്നെ നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത്. വെടിനിർത്തൽ 2 ആഴ്ച പിന്നിട്ടിട്ടും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായി സഹകരിക്കാൻ ഈജിപ്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹമാസ് ഉൾപ്പെടെ വിവിധ ഫലസ്തീൻ കൂട്ടായ്മകൾ സന്നദ്ധ അറിയിച്ചു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും അധിനിവേശം അവസാനിപ്പിക്കാൻ തന്നെ ഇസ്രായേൽ തയ്യാറാകുന്ന പക്ഷം നിരായുധീകരണം ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയോട് ആഭിമുഖ്യം പുലർത്തുന്നുവെന്ന് ഫലസ്തീൻ കൂട്ടായ്മകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സ്വതന്ത്ര ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെ ബദൽ ഭരണ സംവിധാനവും അംഗീകരിക്കും. അതേസമയം 1-ാം ഘട്ട വെടിനിർത്തൽ കരാർ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുമെന്ന് ഫലസ്തീൻ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഫ അതിർത്തി തുറന്നു കാട്ടുന്നതും കൂടുതൽ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇസ്രായേൽ നടപടി കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഫലസ്തീൻ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ഹമാസിനെ നിരായുധീകരിക്കാതെയുള്ള 2-ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയോട് താൽപര്യമില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് മുമ്പാകെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം അറിയിച്ചതായും തന്നെ റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ പറയുന്നത്. എന്നാൽ ഹമാസിനെ ഉടൻ സമ്പൂർണ്ണമായി നിരായുധീകരിക്കൽ എളുപ്പമല്ലെന്ന് മാർക്കോ റൂബിയോ പ്രതികരിച്ചതായി വിവരമുണ്ട്. വെടിനിർത്തൽ 2 ആഴ്ച പിന്നിട്ടിരിക്കെ ഗസയിൽ ഭക്ഷണം ഉൾപ്പെടെ ആവശ്യമായ സഹായം ഇനിയും ലഭ്യമായിട്ടില്ല. സ്ഥിതി അതീവ സങ്കടകരമാണെന്ന് തന്നെ UN ഏജൻസികളും സന്നദ്ധ പ്രവർത്തകരും അറിയിച്ചു. 15 ലക്ഷം പേർക്ക് അടിയന്തര താമസ സൗകര്യം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. 10,000 തന്നെ പേരെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കാത്തുകഴിയുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി. ഗസയിലെ ദേർ അൽ ബലാഹിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ തന്നെ 2 പേർ കൊല്ലപ്പെട്ടുവെന്ന് പറയുന്നു. വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളിൽ ഖിർബത്താന, നബുലസ് അതുപോലെ തന്നെ ബെയ്ത്ത് ഫുരീഖ് എന്നിവിടങ്ങളിൽ ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ സുരക്ഷാ സേന വ്യാപക അതിക്രമം നടത്തിയിട്ടുണ്ട്. ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ എല്ലാ ഫലസ്തീനി സംഘടനകളും സമവായത്തിലേക്ക് എത്തിയെന്ന് ഹമാസ് പറഞ്ഞു. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഹുസം ബദറിനാണ് ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തതായി കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളും സംയുക്ത ചർച്ചകളും നടക്കുകയായിരുന്നു. ഫലസ്തീനി ജനതയുടെ താൽപര്യം സംരക്ഷിക്കുന്ന രീതിയിലാണ് കരാർ നടപ്പാക്കാൻ പൊതുധാരണയായത്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഗസയിലെ വംശഹത്യ തടയാൻ കരാറിൽ ഒപ്പിട്ട ശേഷം ആദ്യമായാണ് ഇത്രയും ദൈർഘ്യമേറിയ ചർച്ചകൾ നടക്കുന്നതെന്ന് പറയുന്നു. കരാർ നല്ല വിശ്വാസത്തോടെ നടപ്പിലാക്കാൻ ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വെടിനിർത്തൽ സ്ഥിരപ്പെടുത്തുന്നതിനും ഫലസ്തീനികളുടെ താൽപര്യങ്ങൾ തന്നെ സംരക്ഷിക്കുന്നതിനും സഹായിച്ച ഈജിപ്തിന്റെ നിർണായക പങ്കിനെയും മധ്യസ്ഥയെയും ഒക്കെ തന്നെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഹുസം ബദ്രാൻ കൂട്ടിച്ചേർത്ത വാക്കുകളാണിത്. വെടിനിർത്തൽ 2-ാം ഘട്ടം നടപ്പാക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം തുടർന്നിരിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ വെടിനിർത്തൽ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നതായി തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രായേലിനുള്ള US മുഴുവൻ പിന്തുണയും അവസാനിക്കുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട വിഷയം.